ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അത് മുഖാന്തരം നിങ്ങൾക്ക് ലഭിക്കുവാനിരുന്ന പ്രൊമോഷൻ പോലുള്ള കാര്യങ്ങൾക്ക് മാറ്റം വരുവാൻ സാധ്യത കൂടുതലായി കാണപ്പെടുന്നു. മനസ്സിൽ നിങ്ങൾ ചിന്തിക്കുക പോലും ചെയ്യാത്ത കാര്യങ്ങളായിരിക്കും ജീവിതത്തിൽ പല മേഖലയിലും ഒന്നും നിങ്ങൾക്ക് വന്നു ചേരുന്നത്. വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുക. കുടുംബങ്ങളോടൊത്ത് ഒരുമിച്ച് താമസിക്കുകയും അവരുമായിട്ട് വിനോദയാത്ര പോവുകയും അല്ലെങ്കിൽ ദൂരസ്ഥലം സന്ദർശിക്കുവാനും എല്ലാം സാധ്യത കാണുന്നുണ്ട്. തൊഴിലിലുണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കുന്നവർ മുഖാന്തരം ഉണ്ടാകാനായിരിക്കും കൂടുതൽ സാധ്യത. അപ്പോൾ നിങ്ങളുടെ പ്രൈവറ്റ് മേഖലയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആത്മാർത്ഥമായി വർക്കെടുത്താലും നിങ്ങളുടെ കൂടെ നിൽക്കുന്നവർ നിങ്ങൾക്ക് ദോഷപരമായ അനുഭവങ്ങൾ ഉണ്ടാക്കുവാൻ സാധ്യതയുണ്ട്. ശ്രദ്ധ കൂടുതലും ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. കാരണം നമുക്ക് എതിരെ നിൽക്കുന്ന ശത്രുവിനെ മനസ്സിലാക്കുകയും അയാൾ എന്ത് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. എന്നാൽ സുഹൃത്ത് എന്ന് കരുതി നമ്മുടെ കൂടെ നിന്ന് കൊണ്ട് തന്നെ നമ്മളെ ഉപദ്രവിക്കുകയും അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് അപവാദം പറയുകയും നമ്മൾക്ക് സാമ്പത്തിക നഷ്ടം വരുത്തുകയും ചെയ്യുന്ന വ്യക്തികളെ സൂക്ഷിക്കുക. ഇനി ഒരിക്കൽ പോലും അവർ നമ്മളോട് സൗഹൃദം നടിച്ച് വന്നാൽ കൂടെ നിർത്തുകയോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുകയോ ചെയ്യാതിരിക്കുന്നത് നല്ലതാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും നമ്മളൊരു കുഴിയിലേക്ക് പോയി വീഴുക തന്നെ ചെയ്യും. വാഗ്ദാനങ്ങൾ നൽകുമ്പോൾ ശ്രദ്ധിക്കുക. പാലിക്കുവാൻ പറ്റാത്ത വാഗ്ദാനങ്ങൾ നൽകാതിരിക്കുന്നത് വളരെ നല്ലത് തന്നെയാണ്. കാരണം നിങ്ങൾ കൊടുക്കുന്നൊരു വാക്ക് അവർക്ക് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതീക്ഷയായിരിക്കും. ആ പ്രതീക്ഷ നഷ്ടപ്പെടുമ്പോൾ അവർ ഒരുപാട് മാനസികപരമായി ദുഃഖം ഏർപ്പെടേണ്ടി വരും. നിങ്ങൾക്ക് സാമ്പത്തിക വിഷമങ്ങൾ ഈ ഒരു വർഷം ഒരുപാട് നേരിടേണ്ടി വരും. സന്തതികളുടെ അതായത് നിങ്ങളുടെ സന്താനങ്ങളുടെ പല കാര്യങ്ങളും നിങ്ങളെ ദുഃഖത്തിലാക്കുകയും ഒരുപാട് മാനസിക ബുദ്ധിമുട്ടുണ്ടാകുകയും ചെയ്യും. സാമ്പത്തികം, വിവാഹം, അവരുടെ ക്യാരക്ടർ, അനുസരണ ഇല്ലാതെ വരിക, ഇങ്ങനെയൊക്കെയുള്ള ചെറിയ പല പല വിഷയങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരവസ്ഥയിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. കൂടാതെ തന്നെ വിവാഹം ആലോചിക്കുന്ന വ്യക്തികൾക്ക് തടസ്സമാണ് കാണുന്നത്. വിവാഹ സംബന്ധമായുള്ള തടസ്സങ്ങൾ വന്നുകൊണ്ടിരിക്കുവാൻ സാധ്യതയുണ്ട്. ആത്മാർത്ഥമായി നിങ്ങൾ പരിഹാരങ്ങൾ ചെയ്ത് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലതായിരിക്കും. പ്രത്യേകിച്ച് ശിവക്ഷേത്ര ദർശനം നടത്തുക, ഭഗവാനെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. തിങ്കളാഴ്ച ദിവസങ്ങളിൽ വ്രതശുദ്ധിയോടുകൂടി മൃത്യുഞ്ജയ അർച്ചനയോ മൃത്യുഞ്ജയ ഹോമോ നടത്തുക. ആരോഗ്യപരമായ കാര്യങ്ങളാണ് വളരെ കൂടുതലും ബുദ്ധിമുട്ടുകൾ ഈ ഒരു വർഷം നിങ്ങൾ അനുഭവിക്കുവാൻ പോകുന്നത്. കാരണം നമുക്ക് എന്ത് തന്നെ സൗഭാഗ്യങ്ങളും സന്തോഷങ്ങളും ഉണ്ട് എന്നുണ്ടെങ്കിലും ആരോഗ്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് പൂർണ്ണമായും ജീവിതത്തിൽ ഉൾക്കൊള്ളുവാൻ സാധിക്കാത്ത ഒരു വർഷം തന്നെയാണ്. അതുകൊണ്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക, ശിവക്ഷേത്ര ദർശനം നടത്തുക, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയോ മൃത്യുഞ്ജയ ഹോമോ നടത്തി മുന്നോട്ട് പോകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും.